സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കി സഖാക്കന്മാരെ കൂട്ടിയുള്ള PR പരിപാടിക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ ഇതിനെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇതിനെ വിലയിരുത്താൻ കഴിയുന്ന ഏറ്റവും കറക്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള വാക്യം എന്നുള്ളത്. സത്യത്തിൽ വെറും ഒരു PR പരിപാടിക്ക് എന്നതിനപ്പുറത്തേക്ക് സാധാരണക്കാരൻ്റെ ക്ഷേമമോ കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമമോ ഒന്നും ലക്ഷ്യം വെച്ചുള്ളൊരു സർവേ അല്ല ഇവർ ആസൂത്രണം ചെയ്ത് വിഭാവനം ചെയ്ത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്നതെന്ന് നമുക്ക് വസ്തുനിഷ്ഠമായി തന്നെ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവർ ഇതിനു മുമ്പ് നടത്തിയ സാഹചര്യങ്ങളടക്കം നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് നവകേരള യാത്രയുമായി വന്നവർ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആഗോള അയ്യപ്പ സംഘവുമായി വന്നവർ, ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മറ്റൊരു PR എക്സസൈസ് ആസൂത്രണം ചെയ്ത് വിഭാവനം ചെയ്ത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നു, തടയിട്ടിരിക്കുന്നു. നവകേരള സർവേ അത് നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉപയോഗിച്ച, ചീഫ് ജസ്റ്റിസ് ഉപയോഗിച്ച വിധി പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഉപയോഗിച്ചത് നിയമവിരുദ്ധം എന്ന ഒറ്റ വാക്കാണ്. അത് വളരെ ശക്തമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനമാണ്. തിരിച്ചടി തന്നെയാണ്.